2013 UDF സർക്കാരിന്റെ ഭരണകാലത്ത് വയനാട് മക്കിമലയിൽ ആരംഭിച്ച കലിംഗ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിലച്ചിട്ട് 10 വർഷമാകുന്നു. ഗോത്രവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്കായി അന്ന് 24 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. ലാണ് പ്രിയദർശിനി എസ്റ്റേറ്റ് പദ്ധതിക്കായി മക്കിമലയിലെ വനാതിർത്തി പ്രദേശത്ത് 10 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തത്. അന്നത്തെ പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി വിഭാവനം ചെയ്തതായിരുന്നു പദ്ധതി. ഇതിനായി വകുപ്പിൽ നിന്ന് 24 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഗോത്രവർഗ വിഭാഗത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനം ആയിരുന്നു ലക്ഷ്യം. 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇതാണ് പദ്ധതിയുടെ അവസ്ഥ. കലിംഗ മോഡൽ യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ സർക്കാർ എന്ന് ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നത്. മൊത്തം 24 കോടി രൂപയാണ് അതിൻ്റെ പദ്ധതി വിഹിതം എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ അതിൻ്റെ പണി എടുത്തുകൊണ്ടിരുന്നിരുന്നു. പിന്നെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന LDFൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഈ കരാറുകാർക്ക് അവർക്ക് പണി ചെയ്യുന്നതിനുള്ള സാമ്പത്തികങ്ങളൊന്നും ലഭ്യമല്ല എന്നുകൊണ്ട് തന്നെയാണ് അവർ നിർത്തിപ്പോയിട്ടുള്ളത്. ഉരുൾപൊട്ടൽ ദുരന്തമടക്കമുണ്ടായ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ടാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാതിരുന്നത് എന്നായിരുന്നു പിന്നീട് വന്ന LDF സർക്കാരിന്റെ വിശദീകരണം. ഏതെങ്കിലും തരത്തിൽ കെട്ടിടത്തെയും അനുബന്ധ പ്രദേശത്തെയും ഉപയോഗിക്കുന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ കോടികളാണ് വെറുതെയാവുക. പഴയ UDF സർക്കാരിന്റെ ഭരണകാലത്ത് പൊതുഖജനാവിൽ നിന്നും കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഈ വിധത്തിൽ അനാഥമായി കിടക്കുന്നത്. ഈ പദ്ധതി ഏതെങ്കിലും വിധത്തിൽ പുനരാരംഭിക്കാൻ പുതിയ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യമുയർന്നത്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.